നല്ല അസല മീൻ, നല്ല വെട്ടി നല്ല കറക്റ്റ് പീസുകളായിട്ട് സ്ലൈസ് ചെയ്ത് മേടിച്ചതാണെങ്കിൽ ഞാനത് ഒന്നോടെ ഒന്ന് സ്ലൈസ് ചെയ്ത് വലിയ പീസുകളായിരുന്നു. അപ്പൊ ഇത് മോതമീനാണ്, ഹാഫ് kg ആണ്. ഈ നമ്മള് മീൻകറി ഒരുപാട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലുകളിൽ. പക്ഷെ ഈ മീൻകറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യക്കൊക്കെ കല്യാണത്തിനൊക്കെ തലേ ദിവസം മീൻ പറ്റിക്കൂലേ, ആ മോഡല് പറ്റിക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ പോണത്. അതായത് ചാറ് പറ്റിച്ചെടുക്കണത്. അപ്പൊ നമുക്ക് അതിനായിട്ട് മോത മേടിച്ചു, അത് ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കഴുകി ഉളുമ്പൊക്കെ പോയി മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. അത് ഞാൻ ഒന്ന് കാണിച്ചു. പിന്നെ നമ്മൾ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അത് മസാല വഴറ്റാനായിട്ടുള്ളതാണ്. മസാലകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു തരാം. ദേ, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അതിനൊരു അളവില്ല, അതിന് പാകത്തിനുള്ളത് നമ്മൾ എടുക്കുക. അത് സാധാരണ എല്ലാ മീൻകറിക്കും ഞാൻ ചതച്ചാണ്, എല്ലാവർക്കും അറിയായിരിക്കും, എടുക്കാറ്. പക്ഷെ ഇതിന് ഞാൻ ചതക്കുന്നില്ല. ഇങ്ങനെ ഓരോ ഉള്ളിയും 2, 3 ഒക്കെ ആയിട്ട് നുറുക്കി വെച്ച് അത് വഴറ്റിയാ ചേർക്കണം കേട്ടോ. അരപ്പിൻ്റെ കൂടെ വഴറ്റുവാണ്. പിന്നെ നമുക്ക് മീനിന് ആവശ്യമുള്ള മുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഈ സ്പൂണിന് 2 കൂമ്പനെ പിരിയാൻ, 1 വടിച്ച എരിവ് മുളക് പൊടി. അത്രയും മതി. ഈ മീൻകറിക്ക് ഇത്രയല്ലേ മീനുള്ളൂ, അതാണ് ചേർത്തേക്കണം. പിന്നെ നമുക്ക് പതിവ് ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. പുളി സിറപ്പ് ഉരുക്കി വെച്ചിരിക്കും, അത് ചേർക്കണം. പിന്നെ നമുക്ക് മെത്തേഡ് എങ്ങനെയാന്ന് കാണിക്കാം. പിന്നെ ലാസ്റ്റ് ഉലുവാപ്പൊടി ചേർക്കാനുള്ളത് അന്നേരം കാണിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, പരിപാടികൾ, ഇപ്പോഴത്തെ അറേഞ്ച്മെന്റ് ആണ് ഇവിടുത്തെ. അതെ. അപ്പൊ ഇത് അരക്കണില്ല. പൊടി നമ്മൾ പൊടിയായിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. പെട്ടെന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ അത് കരിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളിത് സ്വല്പം പച്ചവെള്ളം, സാധാരണ വെള്ളം ഒഴിച്ച് ഒന്ന് ചാലിച്ചെടുക്കും. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നനവ് ഉള്ളത് കൊണ്ട് വെളിച്ചെണ്ണയിൽ അത് കരിയില്ല. ശരിക്കും അരച്ചെടുക്കണ സൗകര്യമാണ്. ഇപ്പം അരയ്ക്കാനൊക്കെ എല്ലാവർക്കും ഒരു മടിയല്ല ഇച്ചിരിയൊക്കെ ആയിട്ട് അരച്ചെടുക്കാൻ. അതുകൊണ്ട് വെള്ളത്തിൽ കുഴച്ചെടുക്കും കേട്ടോ. വിളിക്കാൻ പറഞ്ഞിട്ട് അപ്പ കടുകും ഒരു സ്വല്പം കടുകും 2 തരി ഉലുവ ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിക്കഴിയുമ്പോ മസാലകൾ ഇടാം. അത് ചതക്കണില്ല, ഇതിന് ചതക്കണില്ല കേട്ടോ. ചതച്ച് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഈ ടൈപ്പിന് ഞാൻ ചതക്കണില്ല ഇന്ന്. കടുക് പൊട്ടിയപ്പോ നമുക്ക് 2 തരം ഉള്ളി, ഇഞ്ചി, പിന്നെ 2 പച്ചമുളക് കേട്ടോ. കാരണം ഇത്ര മീനല്ലേ ഉള്ളു, അപ്പൊ പിന്നെ അധികം പച്ചമുളകിന്റെ ആവശ്യമില്ല. ഹാഫ് kg കൊടുത്ത് ഇച്ചിരി വേപ്പില വേറെ പിന്നെ വേവിക്കാൻ നേരത്തെ ചേർക്കണ്ട, അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്വല്പം ചേർത്തിട്ടുള്ളൂ. ഇത് മൂത്ത് വരുമ്പോൾ അരപ്പ് ചേർക്കണം, പൊടി ചേർക്കണം. പൊടി 2 തരം മുളക് പൊടിയും സ്വല്പം മഞ്ഞപ്പൊടി ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ ചാലിച്ചേക്കണുണ്ടോ, പരുവത്തിലെടുക്കണം. ഇത് ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂപ്പിക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നു വന്ന ഉള്ളി നന്നായിട്ട് വഴന്നു. അരപ്പ് ചേർക്കുവാണ്. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കുക, അല്ലെങ്കിൽ പിന്നെ അത് കുറച്ച് ഇരിപ്പുണ്ട് പ്ലേറ്റിൽ. അത് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ചേർക്കാം. ഇത് പൊടിച്ച് മതി, പൊടിക്ക് മതി. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം. ഇതിൽ പിന്നെ അത് മീഡിയം ഫ്ലെയിമിലാക്കാം. പൊടി ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഈ അരപ്പ് ഇതിലേക്കൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചേർക്കുന്നത്. ഇനി അരപ്പ് ഒന്ന് ശരിക്കൊന്ന് തിളയ്ക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മീനിലേക്ക് ചേർക്കാം. മീഡിയത്തിലാണേ. അരപ്പ് ഈ പാകം മതി. നന്നായിട്ട് മൂത്തത് എണ്ണ തെളിഞ്ഞു വന്നേക്കണം കേട്ടോ. മീൻകറിയുടെ എപ്പോഴും പ്രത്യേകത ആട്ടോ എണ്ണ തെളിഞ്ഞു വന്നത്. ആ പാകത്തിന് നമ്മൾ ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പോണെന്ന് അറിയാമോ? ഇനിയിപ്പോൾ മറ്റ് മീൻകറി എന്നുള്ള വ്യത്യസ്തത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരപ്പ് മീൻ വെക്കണ ചട്ടി ഇങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം. വെക്കണ ചട്ടി അല്ലാട്ടോ, ഇതാണ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന
ചട്ടിയിലേക്ക് നമ്മൾ ഈ അരപ്പ് ഫുള്ളായിട്ട് ചേർക്കുക. ഇത് നമുക്ക് ഇച്ചിരി പുളിവെള്ളം ഒഴിച്ച് ഇതിൽ നിന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അരപ്പ് അതിലേക്ക് ചേർത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ടാണ് ഇത് തിരുമണ്ട. പക്ഷേ അരപ്പിന് നല്ല ചൂടായതുകൊണ്ടേ കൈകൊണ്ട് തിരുമ്മിയാൽ കൈ പൊള്ളും. അപ്പം മീൻ കഷ്ണം ഉടയാതെ നമുക്ക് ഇതൊന്ന് പെരട്ടാം ഇതിലേക്ക്. ഇതിങ്ങനെ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ കൈയാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിപ്പം നടക്കൂല, ഭയങ്കര ചൂടാ മോനെ അരപ്പിന്. അന്നേരം കൈ പൊള്ളും. അതുകൊണ്ടാണ് എല്ലാത്തിലേക്കും ഒന്ന് യോജിപ്പിക്കുക. കണ്ടോ? യോജിപ്പിച്ച് ഒരു സ്വല്പ സമയം അവിടെ നിന്നിരിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് തൽക്കാലം നമുക്കിപ്പോൾ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പിടട്ടെ കേട്ടോ, ഉപ്പിട്ടില്ലല്ലോ. സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അത് വേണതിന് പാരും കഴിക്കണമെന്ന് പറയരുത്. ഉപ്പ അതും കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെയാ എനിക്ക് പേടി. ഇവിടെ ചെറിയ ആൾക്കാർക്ക് ഇവിടെ 1-2 പേരുണ്ട്. അതെ, ആരാന്ന് മാത്രം അറിയില്ല. ഇനി നമുക്ക് ഇതിന് പാകത്തിനുള്ള സ്വല്പം പുളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. ഇത് താമസിക്കണ്ട, പുളിയും പിടിച്ചോട്ടെ അതിലേക്ക്. അപ്പം പുളി ഉരുക്കി വെച്ചിരിക്കണ നമ്മൾ യൂസ് ചെയ്യണേ. പുളിയോട്ടയാണെങ്കിൽ ഇടുന്നത് എപ്പോഴാന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോൾ പുളി ഉരുക്കി വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഇത് മതിയാവും. പോരായ്ക ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിടാം. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പറ്റിക്കാനുള്ള ചട്ടി എടുക്കണം. ഞാൻ ഗ്യാസിലേക്ക് വെക്കാം. മീൻ വേവിക്കാനുള്ള ചട്ടിയല്ല. ആ ചട്ടിയിലേക്ക് നോക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല. കൈ ക്ലീൻ ചെയ്തെടുത്തേച്ച് നമുക്ക് ചൂടാറി. ഇനിയിപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ സ്വല്പം വെള്ളം കേട്ടോ, കഴുകിയ വെള്ളം അതങ്ങ് വറ്റിക്കോളും ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ. പിന്നെ ഒരു 2-3 തണ്ട് വേപ്പില ഇങ്ങനെ ഇട്ട അടിയിൽ. എന്നിട്ട് നമുക്ക് ഈ മീൻ കഷ്ണയിലേക്ക് പിറക്കി വയ്ക്കാം. ഇതിൻ്റെ ഗ്രേവി കണ്ടോ? ഇച്ചിരി കഴുകി ഒഴിച്ച വെള്ളവും ഉണ്ട്, പിന്നെ പുളിയുണ്ട് കേട്ടോ. പുളി വെള്ളം ഒഴിച്ചതിൻ്റെ ഗ്രേവിയും കൂടെ ഉണ്ട്. ഇതിന് തീരെ വെള്ളം കുറവാട്ടോ ചേർക്കോളും. വരട്ടിയല്ല, വറ്റിച്ച്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രേവി ഇതിലേക്ക് ചേർക്കാം. ഞാൻ ചേർത്തിട്ട് പടം എടുക്കാതെ ഷെയ്ഡ് വരും. ഇനി നമുക്ക് സ്വല്പം നോർമൽ വാട്ടർ ഈ ചട്ടിയിൽ ഒഴിച്ചൊന്ന് ചട്ടി കംപ്ലീറ്റ് ക്ലീൻ ആക്കി ഇനി എടുക്കാം. അത്രയും വെള്ളം അതിന് ചേർക്കൂളും. എക്സ്ട്രാ വെള്ളം ഒട്ടും ചേർക്കൂല മറ്റേ മീൻകറിയുടെ പോലെ കേട്ടോ. അതാണ് ഈ കല്യാണ തലേന്നത്തെ മീൻ വറ്റിക്കണം എന്ന് പറയണം. കിടിലൻ മീൻകറിയാ. നല്ല കൊഴുപ്പും ആവശ്യത്തിന് എരിവും പുളിയും അല്ലേ എല്ലാം തരണം. നമ്മളിത് ഇത്രയും വെള്ളം ഒഴിക്കണ്ട എന്തായാലും, വെന്ത് വരണ്ടേ ഇത്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഇതും കൊണ്ട് ഇളക്കിയാൽ ശരിയാവൂല. കയ്യിൽ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ കഷണം പൊടിയും. അപ്പം നമ്മൾ കൈ കൊണ്ട് ചുമ്മാ ഒന്ന് നിരത്തുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. കേട്ടോ, ഇത്രയും വെള്ളമേ ഉള്ളൂ. ഇനി മീനിൽ നിന്ന് സ്വല്പം വെള്ളം ഇറങ്ങി വരും. എല്ലാവരും ഓർത്തോളണം, മറ്റ് മീൻകറി വേവിക്കുന്നത് പോലെ ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിലിട്ട് ഇത് വേവിക്കരുത്. ഏറ്റവും ഫ്ലെയിം കുറച്ച് ആദ്യം ഒരു മീഡിയത്തിലിടുക. എന്നിട്ട് ഏതാണ്ട് പതുക്കി ഒരു ഗ്യാസിൽ പിടിച്ചു വിടണം. പതുക്കി ഒരു വന്നു കഴിയുമ്പോൾ ഏറ്റവും ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. ഇതിപ്പോൾ മീഡിയത്തിലാണ് ഇപ്പം കിടക്കണത്. ഇനി നമുക്ക് മൂടി ഞാനൊന്ന് ഇത് നോക്കിക്കോട്ടെ കേട്ടോ. ഈ പുളി കുറവുണ്ടെങ്കിൽ ഇച്ചിരി പുളിയോട്ടയുടെ വിവരം പറഞ്ഞില്ലല്ലോ. ഒരു പുളിയും കൂടെ വേണം. പുളിയോട്ടയാ ചേർക്കണമെന്നുള്ളവര് ചട്ടിയിൽ നമ്മളിത് നിരത്തിയില്ലേ വേപ്പില നിരത്തിൻ്റെ മീതെ എത്ര പുളിയോട്ട ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുളിയോട്ട വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തേച്ച് ഇതിൻ്റെ അടിയിൽ നിരത്തണം. എന്നിട്ടാണ് മീൻ മീതെ അരപ്പ് ചേർത്ത മീൻ അതിലേക്ക് വെക്കണത്. ഞാനിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ പുളിയോട്ട ഒരിക്കലും യൂസ് ചെയ്യാറില്ല. പുളി കൂടിപ്പോയ വിഷയം ഇവിടെ. നമുക്ക് എല്ലാവർക്കും ഇച്ചിരി പുളി കുറവുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ ഉരുക്കിയ ചെയ്യണത്. ഇത്രയും മതിയാവും. ഇനി അവിടെ ഇരുന്ന് തികന്ന് റെഡിയായി വരട്ടെ കേട്ടോ. ഇത്തിരി സമയം എടുക്കും ഫ്ലെയിം കുറവായതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി മാത്രമല്ലേ ഉള്ളൂ, ചാറധികം ഇല്ലല്ലോ. ഈ ഗ്രേവി വറ്റിപ്പോവും, മീൻ വേവൂല, അടി പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നാ മൂടിക്കോട്ടെ.
നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊക്കെ തിളച്ചു. ഇപ്പൊ ഇനി വാങ്ങാറായില്ലേ? വാങ്ങാറായി. ഇനിയിപ്പൊ ഞാൻ എന്നാന്നോ തീരെ അങ്ങ് വറ്റിച്ചെടുത്തില്ല. ഒരു പൊടിക്ക് ഞാൻ ചാറ് വെച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഒരുപാട് വറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ചാറ് ഉണ്ടാവൂല. ഇതിപ്പോ കല്യാണത്തലേന്നൊക്കെ വീടുകളിൽ സാധാരണ രാവിലെ ഇത് വെക്കൂലോ. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വറ്റിയിരിക്കും. ഇതിപ്പോ നമുക്കിത് കഴിക്കാനുള്ളത് ഒരു 1/2 kg മേടിച്ച മോഡൽ ചെയ്യണത് കൊണ്ട് ഞാനിപ്പോ വൈകിട്ട് കഴിക്കുമ്പോ ഇച്ചിരി ചാറുണ്ടാവും. നാളത്തേക്ക് ആകുമ്പോ നന്നായിട്ട് കുറവ്. അപ്പൊ ഒരു കാര്യം ചെയ്യാനുണ്ട്. പിന്നെ ഇതിന്റെ മീതെ ഈ എരിവും പുളിയും എല്ലാം ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഒരു പണ്ടത്തെ കാലത്തെ ഒരു രീതിയാണ്. ഒരു സ്വല്പം പച്ചവെളിച്ചെണ്ണ ഒഴിക്കും, ഒരു പൊടിക്ക് കേട്ടോ. അതെ, ഇത് ന്യൂട്രലൈസ് ചെയ്ത് പോരാനാ. കുറച്ച് മതി, ഇത് മതി. ഇത് ഒഴിച്ചു. എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവ വറുത്ത് പൊടിച്ച് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു പൊടിക്ക് അതൊരു ടേസ്റ്റിനും സ്മെല്ലിനും കുറുകലിനും ഒക്കെ വേണ്ടി. ഇതിപ്പോ ഓൾറെഡി പാകം കുറുകലാണ് കേട്ടോ. ഇനിയിപ്പോ എന്നാണോ ചട്ടി ഒന്ന് ചുറ്റിക്കണം. അതാണ് അമ്മയുടെ ക്രേസ്. എനിക്കിത് വലിയ ഹരമാണ്. അത് കഴിഞ്ഞാൽ ഈ ബർണറിൽ നിന്ന് മാറ്റി ഇതേ തിരികിടയുടെ മീതായിട്ട് വെക്കും, അല്ലെങ്കിൽ ഒരുപാട് വറ്റിപ്പോവും. അതുകൊണ്ടതേ ഇങ്ങനെ. അത് ശരി. എന്നിട്ട് നമുക്ക് കറി എടുക്കുമ്പോൾ അരികത്തും അങ്ങ് എടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ ഒഴിച്ച് ഇതിലേക്കെല്ലാം നല്ല പാകമായിക്കോളും. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ. അപ്പൊ ഇച്ചിരി നേരം കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങ് ഒഴിച്ചല്ലേ ഉള്ളൂ. ഉലുവയുടെ പൊടിയൊക്കെ ഇപ്പൊ ചെന്നുള്ളൂ. അപ്പൊ അതിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. എന്നിട്ട് നോക്കാം. ഇതിപ്പോ ആർക്ക് കണ്ടാലും ഇത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാന്നുള്ളത്. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വല്ലുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണ സദ്യ സ്പെഷ്യൽ മീൻ വറ്റിച്ചെടുത്തത്. അതെ അതെ അതെ, പോർക്ക് ചിന്തിച്ചപ്പോ മീനും വരട്ടിന്നായി. മീൻ പറ്റിച്ചു വെച്ചേക്കുവാണ്. ഇപ്പൊ നമുക്ക് വൈകിട്ട് ഊണിന് അങ്ങ് എടുത്തു കളയാം. സെക്കൻഡ് ഡേ ആയി. ഇന്നലെയാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീനാണ്. ഗ്രേവി എവിടെന്നാ കോരി എടുക്കേണ്ടത്? ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇങ്ങനെ ഇല്ല, തീരെ ഇല്ല. വറ്റി നന്നായിട്ട് വറ്റി. ഒരു പീസോട് കൂടി അപ്പൊ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, നന്നായിട്ട് പറ്റി. നല്ല ടേസ്റ്റുവാ. അതെ, നല്ല സ്മെല്ലാ അല്ലേ? പിന്നെ നല്ല സ്മെല്ലാ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യൂട്ടോ. എന്നിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ. ബൈ ബൈ.